എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. കെ സുധാകരൻ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു. അതിന് പകരം വയ്ക്കാൻ ഇപ്പോൾ ഒരാളെയും ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്തുകൊണ്ട് പിന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ. നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല. പക്ഷെ കാത്തിരുന്ന് കാണാം. അല്ല, അത് ശരിയാ അദ്ദേഹം പറഞ്ഞ. കാരണം എന്നോട് തന്നെ മലബാറിലുള്ള കുറേ ആളുകൾ വിളിച്ചു ചോദിച്ചു, ഇതാരാ ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെന്ന്. ഞാൻ പറഞ്ഞില്ല, ആ ഭാഗത്ത് ചോദിച്ചാൽ അറിയാം, ഞങ്ങളവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അത്രയും അറിയാത്തൊരാൾ വരുന്നതിനെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് അനുഭവം, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ബി ജെ പിക്ക് അല്ലെങ്കിലും സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവരുടെ എങ്ങോട്ടൊക്കെയാണ് പോകണതെന്ന് എനിക്കറിയാം. ഇതിൽ കഴിവ് എല്ലാവർക്കും കഴിവ് ഇല്ല എന്ന് ഞാൻ പറയില്ല. അതിൽ 1-2 പേര് കഴിവുള്ളവരുണ്ടാവാം. പക്ഷേ ഇവർ തമ്മിലൊരു യോജിപ്പ് വേണ്ടേ? ഒരാൾ ഇടത്തോട്ട് പോകുമ്പോൾ ഒരാൾ വലത്തോട്ട് പോകും, പിന്നെ തമ്മിലൊരു ചർച്ചയില്ല. ഇത്രയും കാലം മുമ്പ് ഇലക്ഷന് തോറ്റിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തെറ്റ് തിരുത്താൻ പറ്റണേ? അപ്പോൾ പുതിയൊരാൾ വന്നിട്ട്, ശരി, സണ്ണി ജോസഫിനെ പോലെ ഒരാൾ വന്നു. സണ്ണി ജോസഫിനെ കണ്ണൂർ ഭാഗത്ത് അറിയാം. എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ള സ്ഥലത്തൊന്നും അത്ര അദ്ദേഹത്തിന് അറിയും എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കട്ടെ. എല്ലാവരും പറയണ്ടല്ലോ, പുതിയത് വന്നു, പുതിയ നേതൃത്വം വന്നു. ഇനി അതൊക്കെ ഒന്ന് നമ്മൾ കാണാം. ഇത്രയും ഞാൻ പറയുന്നില്ല ഇതിന് ഉത്തരം. അല്ല, അദ്ദേഹം നല്ല കഴിവുള്ള KPC പ്രസിഡന്റിനെ തെളിയിച്ചതാണല്ലോ. പിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവരൊക്കെ മാറ്റി നിർത്തി, സീനിയർ നേതാക്കന്മാരെല്ലാവരും മാറ്റി നിർത്തി? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, പിന്നെ അങ്ങനെ വളരെ സീനിയർ ആയിട്ടുള്ള ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഇവരിൽ കണ്ട പ്രത്യേകത എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയുന്നത്. അവരങ്ങനെ പ്രത്യേകിച്ച് ഒരാളെയും ഇവരങ്ങനെ തീരുമാനിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നണേ. കാരണം കുറച്ച് കാലങ്ങളായി ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ അല്ലെങ്കിൽ AK ആൻ്റണി സാറിനെ പോലെയുള്ള നേതാക്കളൊന്നും ഇപ്പോൾ ഇല്ല. KV തോമസ് എല്ലാവരും പോയല്ലോ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണമെന്ന് ഇവർക്ക് തോന്നിയോണ്ടാണ്. പക്ഷെ ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ കാലമൊക്കെ മാറി എന്നുള്ളവർ അവരിപ്പോഴും പഴയ കാലത്തിൽ നിൽക്കുക. പുതിയത് അവർ കണ്ടു തുടങ്ങിയിട്ടില്ല. BJPയുടെ വ്യത്യാസം അതാണ്. BJP ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് ആൾക്കാർ വെക്കുന്നത്.